ഒരിടത്തൊരിടത്ത് എന്ന കഥാപരമ്പരയിലേക്ക് സ്വാഗതം. കൃഷ്ണകുമാർ TK കൈപ്പട്ടൂർ എഴുതിയ കൂത്താണ്ടവരുടെ മണവാട്ടികൾ എന്ന കഥയുടെ അവസാന ഭാഗമാണ് ഇവിടെ പറയാൻ പോകുന്നത്. 18 ദിവസം നീണ്ടുനിന്ന കുരുക്ഷേത്ര യുദ്ധം അവസാനിച്ചു. രക്തം കൊണ്ട് കുതിർന്ന യുദ്ധഭൂവിൽ ഇരാവാൻ തനിച്ചായി. പിടഞ്ഞു വീണ ആത്മാവുകൾക്കുള്ളിൽ ധർമ്മവും അധർമ്മവുമെല്ലാം നഷ്ടമായ മണ്ണിൽ ചിന്നിച്ചിതറിയ മാംസക്കൂനകൾ കഴുകനും നരിയും വലിച്ചു കീറി. രാജകീയ ഭരണകുടീരങ്ങൾ 1000 ചിതകളായി കത്തിയെരിഞ്ഞു. വെന്തുരുകിയ മാംസത്തിന്റെ വെറുപ്പിക്കുന്ന മണവും പുകയും കരിമേഘക്കൂട്ടങ്ങളായി ആകാശക്കാഴ്ചകളെ മറച്ചു. കനിവ് പറ്റിയ കാറ്റ് കാമ്മിക വനങ്ങളെ കടന്ന് കുരുക്ഷേത്ര ഭൂമിക്ക് മേലെ വീശിയടിച്ചു. ഇരുണ്ടു മൂടിയ കാർമേഘക്കൂട്ടങ്ങളിൽ ഒരു വെള്ളിടി വെട്ടി. ആകാശങ്ങളിൽ നിന്ന് ഒരു മിന്നൽ കുരുക്ഷേത്ര മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി. ഇരാവാൻ ആകാശത്തേക്ക് നോക്കി. പൊട്ടിയടർന്ന മേഘക്കൂട്ടങ്ങൾ മഹാകാളിയുടെ രൗദ്രരൂപമായി മാറി. അഗ്നി ഉയരുന്ന കണ്ണുകൾ ആകാശത്തിന് തീപിടിച്ചതുപോലെ തോന്നി. ഉഗ്രരൂപിണിയായ കാളി കത്തുന്ന കണ്ണുകളോടെ ഇരാവാനെ നോക്കി. പിന്നെ ആ മുഖം ശാന്തമായി. മകനെ ഇരാവാനെ, നിന്റെ ചോര കൊണ്ട് നീ എനിക്ക് പൂജ ചെയ്തു. നീ മഹാനായ വീരനാണ്. കുരുക്ഷേത്ര ഭൂമിക്ക് മേലെ, ഹസ്തിനപുരിക്ക് മേലെ, കാലത്തിനും മേലെ നിന്റെ ശിരസ് ഉയർന്നു നിൽക്കും. അങ്ങ് ദക്ഷിണ ദിക്കിൽ സ്വച്ഛശാന്തമായ കൂവങ്കം ഗ്രാമത്തിൽ കരിമ്പിൻ പാടത്ത് കൂത്താണ്ടവരായി നീ അവതരിക്കും. മേടമാസത്തിലെ ചൈത്ര പൗർണമി നാളിൽ നിന്നെ തേടി മോഹിനിമാരെത്തും. അവർ നിന്റെ വധുക്കളാകും. ഇരാവാന്റെ ശിരസ് കാളിയുടെ കൈകളിൽ ശാന്തമായി. ആ മുഖത്ത് നിലാവുദിച്ചു. ആകാശങ്ങളിൽ നിറങ്ങൾ തീർത്ത് ദേവതകൾ പുഷ്പവൃഷ്ടി നടത്തി. ഗംഗയുടെ കുളിര് കോരിയെടുത്ത തണുത്ത കാറ്റ് രക്തമുറഞ്ഞ കുരുക്ഷേത്ര ഭൂമിക്ക് മേലെ കുളിരായി, പിന്നെ മഴയായി പെയ്തിറങ്ങി. കാറ്റ് കൈയിലേന്തിയ ഇരാവാന്റെ നിലാവ് നിറഞ്ഞ മുഖം മലകളും പുഴകളും അരുവികളും തടാകങ്ങളും വനങ്ങളും കടന്ന് സൗഭാഗ്യ നദിയിലൂടെ ഒഴുകി കൂവാങ്കത്തെ കർഷക മണ്ണിലേക്ക് എത്തി കൂത്താണ്ടവരായി. കാലത്തിനുപ്പുറം ചൈത്ര പൗർണമിയുടെ പകലിൽ നിറങ്ങൾ ഒരുങ്ങി തൻ്റെ വധുക്കളായി എത്തുന്ന മോഹിനിമാരെ കാത്തിരുന്നു. കൂത്താണ്ടവർ ക്ഷേത്രമുറ്റത്തെ ആൽത്തറയിൽ കൂവാങ്കത്തെ മഷിനോട്ടക്കാരി പെരിയമ്മാൾ ഇരാവാന്റെ കഥ പറഞ്ഞു തീർത്തു. കിഴക്കുതിച്ച പൗർണമിയുടെ കാഴ്ചയിൽ കണ്ണും നട്ട് കഥ കേട്ടിരുന്ന അജിതയുടെ കണ്ണുകൾ മോഹിനിയെ പോലെ നിറഞ്ഞൊഴുകി. വർണ്ണവിളക്കുകൾ നിറങ്ങൾ തിരിക്കുന്ന കൂത്താണ്ടവർ മുറ്റത്ത് ശലഭങ്ങളെ പോലെ വധുക്കളായ മോഹിനിമാർ പാറിപ്പറന്നു നടന്നു. വാദ്യോപകരണങ്ങൾ സംഗീതവും മേളങ്ങളും തീർത്ത വഴിയിൽ മോഹിനിമാർക്കൊപ്പം കൂവാങ്കം ഗ്രാമത്തിലെ ജനങ്ങളും നൃത്തം ചവിട്ടി. വലിയ ചക്രങ്ങളിൽ തീർത്ത രഥത്തിൽ ഇരാവാന്റെ പ്രതിമ ഗ്രാമവഴികൾ ചുറ്റി. ചുറ്റും നിറയുന്ന വർണ്ണവിസ്മയങ്ങളിലും താളങ്ങളിലും അമ്പരന്ന് മായാലോകത്തെന്ന പോലെ ക്ഷേത്രമണ്ഡപത്തിലെ കൽത്തൂണുകളിൽ ചാരി അജിത ഇരുന്നു. തൻ്റെ കഴുത്തിലണിഞ്ഞ താലിയിൽ അവൾ മൃദുവായി തലോടി. 1000 നക്ഷത്രങ്ങൾക്കിടയിൽ നിന്ന്
പൗർണമിയുടെ നിലാവെളിച്ചം അതിൽ ഇരാവാന്റെ മുഖം പോലെ പൊന്നിറം തീർത്തു. എല്ലാം അവസാനിച്ചത് പെട്ടെന്നായിരുന്നു. ആകാശങ്ങളിൽ നിറഞ്ഞ നക്ഷത്രങ്ങൾ കെട്ടുപോയി. ചൈത്ര പൗർണമിയുടെ നിലാവെളിച്ചം ഇരുട്ടിനുള്ളിലേക്ക് മറഞ്ഞു. ആട്ടവും പാട്ടും അവസാനിച്ചു. വർണ്ണവിളക്കുകൾ കെട്ടടങ്ങി. ഇരുളിനിഴതീർത്ത കാളിയുടെ കൽപ്രതിമയ്ക്ക് മുന്നിൽ അശുഭകരമായ കാഴ്ചയായി. തീവെട്ടികൾ തിളങ്ങി. മന്ത്രങ്ങൾ കളമെഴുതിയ ബലിത്തറയിൽ ഇരാവാൻ മുഖം കുനിച്ചു. മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ ഇരാവാൻ, മഹാവീരൻ. ആ ഇരാവാന്റെ ബലി കാലങ്ങൾക്കിപ്പുറം കുവാങ്കത്തെ കൂത്താണ്ടവ ക്ഷേത്രത്തിലെ കാളിമാതയുടെ ബലിക്കത്തറയിൽ ആചാരമായി പിൻതലമുറക്കാർ അനുഷ്ഠിക്കുകയായിരുന്നു. കുവാങ്കത്തെ ഗ്രാമവഴികളിലെ വീടുകളിൽ ഉണർന്നെഴുന്നേറ്റ കരിങ്കോഴികൾ കൂവിയാർത്ത പുലരിയിൽ ഇരാവാന്റെ ബലിത്തറയെ ചുറ്റി മോഹിനിമാർ അലറിക്കരഞ്ഞു. അവരുടെ താലിയും വളകളും പൊട്ടിച്ചെറിഞ്ഞ പൂജാരിമാർ വർണ്ണനിറമാർന്ന മുഖത്തിനു മേലെ ഇരാവാന്റെ ചാർത്തിയ സിന്ദൂരം മായ്ച്ചു കളഞ്ഞു. മോഹിനിമാരുടെ ആർത്തനാദങ്ങൾ വരണ്ടുണങ്ങിയ പാടം കടന്ന് ശങ്കരാഭരണിയിലെ ആഴങ്ങളിൽ മറഞ്ഞു. പാടത്തിനരികിലെ ചെറിയ തടാകത്തിൽ മുങ്ങി നിവർന്ന മോഹിനിമാർ വെളുത്ത ചേലയിൽ കെട്ടുപോയ വൈധവ്യ രൂപങ്ങളായി ഗ്രാമവഴികളിലൂടെ വിതുമ്പി നടന്നു. ചൈത്ര പൗർണമിയുടെ രാവ് കഴിഞ്ഞിരിക്കുന്നു. ഇരാവാൻ ബലി നൽകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നിയതിയുടെ കാവൽക്കാരായ പൂജാരിമാർ ബലിക്കൽ തറയിലേക്ക് എത്തുന്ന മോഹിനിമാരുടെ താലിയും നിറങ്ങളും പൊട്ടിച്ചെറിഞ്ഞ് കാലത്തിന്റെ ആചാരങ്ങളെ കാത്തു. അജിത തന്റെ കഴുത്തിലണിഞ്ഞ താലിയിലേക്ക് നോക്കി. ലക്ഷ്മി രൂപം കൊത്തിയ താലി, ഇരാവാൻ ചാർത്തിയ താലി. തന്റെ ഹൃദയത്തിൽ നിലാവ് നിറച്ച ഇരാവാൻ ജീവനറ്റ് ഇല്ലാതാകുന്നില്ല. തന്നിൽ സ്വപ്നങ്ങളും നിറങ്ങളും നിറച്ച ഈ പൊന്നിറം കഴുത്തിൽ എന്നെന്നും ഉണ്ടാവും. താൻ വിധവയല്ല. നിലാവിന്റെ മുഖമുള്ള കരുത്തനായ ഇരാവന്റെ വധുവാണ് താൻ. ഇരാവന്റെ മോഹിനി അജിത തിരിഞ്ഞു നടന്നു. അവളുടെ വഴിയിൽ സരസ്വതി നദീതീരത്തെ ചെമ്പകവനങ്ങൾ പൂത്തുവിടർന്നു. കൃഷ്ണകുമാർ ടി കെ കൈപ്പട്ടൂർ എഴുതിയ കൂത്താണ്ടപുരത്തെ മണവാട്ടികൾ എന്ന കഥയിലൂടെ കൂത്താണ്ടപുരത്ത് ഇരാവാന്റെ മോഹിനിയായി എത്തിയ അജിതയുടെ കഥ ഇവിടെ പൂർണ്ണമാവുകയാണ്. അല്ല, അജിതയുടെ ജീവിതം തുടരുകയാണ്.